ഇന്ന് നമ്മൾ കപ്പ കൊണ്ട് പാൽക്കപ്പ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ആദ്യം നമുക്ക് കപ്പയൊക്കെ വൃത്തിയാക്കാം. നമുക്ക് നല്ല കപ്പയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞിട്ട് വരും. ഓക്കെ, അങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞ് നമ്മൾ കഴുകി വെച്ചു. നമുക്കിത് വേവിക്കാൻ വെക്കാം. പാൽക്കപ്പയ്ക്ക് ചേർക്കാനുള്ള ഉള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പയൊക്കെ ഇവിടെ വെന്തിട്ടിട്ടുണ്ട്. നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ചേർക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് ഇളക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയോടെ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ്. അതിവിടെ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാലിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒത്തിരി നന്നായിട്ട് ഉടയ്ക്കണ്ട. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1ാം തേങ്ങാപ്പാൽ ചേർക്കണം. 1ാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ അടുപ്പത്ത് വെക്കരുത്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. എണ്ണയിലേക്ക് കടുകിട്ട് കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണേ. അങ്ങനെ കടുക് വറുത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പാൽക്കപ്പ അങ്ങനെ ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽക്കപ്പയ്ക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മത്തിക്കറി കൂടെ ചെയ്യാം. പാൽക്കപ്പയ്ക്ക് കോമ്പിനേഷനായിട്ട് നമ്മളിവിടെ വെക്കുന്ന മത്തിക്കറിയാണ്. അപ്പോൾ മത്തിയൊക്കെ കഴുകിയിട്ട് നമ്മൾ വരഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട തക്കാളി, 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് 4ആയിട്ട് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി ചതച്ചത്, മുളക്, മല്ലിപ്പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. മത്തിയൊക്കെ കഴുകി അരിഞ്ഞ് വെച്ച് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുകും ഉലുവയും കൂടെ ചേർക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ചേർക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർക്കണം. തക്കാളി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് വാളംപുളി ചേർത്ത വെള്ളം കൂടി ഒഴിക്കണം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പുളി ചേർത്ത വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ വാളംപുളിയുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കണം. അടച്ചു വെച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മത്തി കൂടി ഇടണം. അങ്ങനത്തെ മത്തിയൊക്കെ ഇവിടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയാവും. അങ്ങനെ മത്തിക്കറിയിൽ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായി. ഇന്ന് നമ്മൾ പാൽക്കപ്പയുടെ കൂടെ
ഈ മത്തിക്കറി കൂട്ടിയാണ് കഴിക്കുന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തങ്ങ് വിളമ്പിയാലോ? എന്നാ ബാ. ആദ്യം തന്നെ നമുക്ക് പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ലേശം പാൽക്കപ്പ ഇടാം. ഇനി അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ലേശം മീൻകറി കൂടി ഒഴിക്കാം. നന്നായിട്ട് മീൻചാറൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി പാൽക്കപ്പയും മീൻകറിയും ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.